ടി ദീപേഷിലേക്ക് ആദ്യം സംവിധായകനാണ്. ദീപേഷ്, ഇപ്പോൾ അങ്ങിപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. IFFKയിൽ അങ്ങനെ ഒരു ഐക്യദാർഢ്യം ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ സിനിമാ മേഖലയിൽ നിന്നും അതിജീവിതയ്ക്കുള്ള പിന്തുണ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കുറഞ്ഞ നിലയിൽ വരുന്നത്? ഇത് ഇന്നുണ്ടായതല്ല. ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതേ അവസ്ഥയിലായിരുന്നു സിനിമാ മേഖലയിലുണ്ടായിരുന്ന ഒരു വലിയ ശതമാനം ആൾക്കാരും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് കാണുന്ന ദിലീപ് ആയിരുന്നില്ല അന്നുണ്ടായിരുന്ന ദിലീപ്. അന്ന് ദിലീപ് വളരെ ശക്തനായിരുന്നു, സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന ആളായിരുന്നു. അവിടെ നിന്ന് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്ന് തോന്നുന്ന സംശയത്തിൽ നിന്ന് അതെല്ലാം തരണം ചെയ്ത് പ്രതിയാക്കപ്പെടുകയും കോടതിയിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇരയാക്കപ്പെട്ട അതിജീവിത പറയുന്നത് പോലെ ആ നീതി കിട്ടിയിട്ടില്ല എന്ന് അവരും കേരളത്തിലെ പൊതുസമൂഹവും വിശ്വസിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പഴയ ദിലീപിലേക്ക് ദിലീപ് തിരിച്ചു വരുമോ എന്ന ഒരു പേടിയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയും അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ അധികാരങ്ങളെല്ലാം ഉള്ളിടത്ത് ആ രീതിയിലല്ലാതെ മറ്റൊരു പെരുമാറ്റത്തിലേക്ക് വരാൻ ഈ സിനിമാക്കാർ തയ്യാറാവുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അത് ഈ മേഖലയിൽ ഇത്തരം രീതിയിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. മറ്റൊരു അവസ്ഥ നിങ്ങൾ നോക്കൂ. പറയുന്നവരെല്ലാം പറയുന്നത് ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണ്, പക്ഷേ ദിലീപിന് ഇത് കിട്ടിയത് വളരെ ആശ്വാസമാണെന്ന്. ഇത് ഒരരട്ടത്താപ്പായി തന്നെ കൊണ്ടു നടക്കുകയും ഈ IMA പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞതാണ്. ഞാൻ ഈ നടി ആക്രമിക്കപ്പെട്ട അന്ന് പറഞ്ഞതാണ്, ഈ 12 മണിക്ക് കോഴി ബിരിയാണി വരുന്നതോടുകൂടി ഈ തീരുന്ന ഒരു സംഘടനയാണ്, ഭക്ഷണം കഴിച്ച് പിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന താരസംഘടന എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരൊന്നുമല്ല. അത് അവരുടെ ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ഒരു ജനാധിപത്യവുമില്ലാത്ത ഒരു സംവിധാനത്തിനകത്ത് നിന്ന് പറയുന്നതാണ്. അവരെല്ലാം ഈ പറയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ്. നമ്മളിപ്പോൾ അതിൽ സ്ത്രീകളുണ്ട് വന്നിട്ടുണ്ടെന്ന് വളരെ ആവേശത്തോടു കൂടി 1-2 മാസം മുമ്പേ പറഞ്ഞതാണ്. പക്ഷെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? അവരുടെ പെരുമാറ്റം എന്താണ്? അവരെടുത്ത നിലപാടെന്താണ്? തികച്ചും പുരുഷ മേധാവിത്വത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘടനയായിട്ട് തന്നെ വേണം അതിനെ കാണാൻ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.